നമസ്കാരം. ഇന്ന് അതായത് ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമാണ്. ശ്രീനിവാസൻ രാമാനുജൻ്റെ ജന്മദിനമാണ് ഈ ദിനമായി ആചരിക്കുന്നത്. വളരെ പരിതാപകരമെന്ന് പറയട്ടെ, ഈ ഗണിതശാസ്ത്ര അധ്യാപകരിൽ പോലും നല്ലൊരു ശതമാനത്തിന്, അതായത് വിശേഷിച്ചും ഈ സ്കൂൾ തലത്തിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നല്ലൊരു ശതമാനത്തിന് പോലും ആരാണ് ഈ ശ്രീനിവാസൻ രാമാനുജൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ഈ ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നൊക്കെ ഒരു വ്യക്തമായ ധാരണ കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നു. അതേപോലെ ഗണിതശാസ്ത്ര വിദ്യാർത്ഥികളിൽ പോലും ഈ രാമാനുജനെ കുറിച്ചിട്ടുള്ള വേണ്ടത്ര ഒരു ധാരണ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നമുക്ക് പല ഗണിതശാസ്ത്ര അധ്യാപകരുമായിട്ടും അതേപോലെ എൻജിനീയേഴ്സുമായിട്ടും ഒക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ അത് നമുക്കറിയാൻ കഴിയും. അപ്പം 32-ാമത്തെ വയസ്സിൽ 1887 ഡിസംബർ 22 ജനിച്ച് 1920 ആണ് 32 വയസ്സ് മാത്രമേ ശ്രീനിവാസൻ രാമാനുജൻ ഈ ഭൂമുഖത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ രോഗശയ്യയിൽ കിടന്നുകൊണ്ട് എഴുതിയ ഇക്വേഷൻസ് പലതും ഇനിയും വായിച്ചെടുക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി വികസിപ്പിക്കുന്നതിലും രാമാനുജൻ്റെ ഇക്വേഷൻസിൻ്റെ ചുരുളഴിച്ചുകൊണ്ടാണ് എന്നാലോചിക്കുമ്പോൾ ആ ഗണിതശാസ്ത്ര പ്രതിഭ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ അനന്തതയെ അറിഞ്ഞ മനുഷ്യൻ, ഗണിതശാസ്ത്ര ബുദ്ധിയിലൂടെ, ഗണിതശാസ്ത്ര കൃത്യതയിലൂടെ അനന്തത എന്താണെന്ന് അറിഞ്ഞ വ്യക്തി അതായിരുന്നു ശ്രീനിവാസൻ രാമാനുജൻ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു ശേഷി, വെറും ഇൻ്റർമീഡിയറ്റ് മാത്രം പഠിച്ചതിന് ശേഷം യാദൃച്ഛികവശാലും ഭാഗ്യവശാലും ലണ്ടനിൽ എത്തിപ്പെടുകയും അവിടെ നിന്നാണ് പിന്നീട് ലോക പ്രശസ്തിയിലേക്ക് അദ്ദേഹം, ഒരുപക്ഷെ ഇന്ത്യ ഒഴികെയുള്ള ലോകത്തിലേക്കുള്ള ഈ ശാസ്ത്ര ലോകത്തിൽ ആ പ്രശസ്തിയിലേക്കും ശ്രീനിവാസൻ രാമാനുജൻ ഉയർന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ശ്രീനിവാസൻ രാമാനുജനെ നമ്മളുടെ കുട്ടികൾ പ്രത്യേക ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് ശ്രദ്ധേയമാകുന്നത്? വിശേഷിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, AI കാലഘട്ടമാണ്. AIക്ക് അപ്പുറത്തേക്ക് എങ്ങനെ പോകാൻ കഴിയും? മനുഷ്യന് എങ്ങനെ ഈ നിർമ്മിത ബുദ്ധിയെ കടന്നു നിൽക്കാൻ പറ്റും? എങ്കിൽ മാത്രമേ ഈ AI യുഗത്തിൽ മനുഷ്യന് സർഗാത്മകമായും അതല്ലെങ്കിൽ ഈ നിർമ്മിത ബുദ്ധിയെ ഒരു വളരെ ശേഷിയുള്ള ഉപകരണമായി ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതല്ല എങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ അടിമകളായി മനുഷ്യൻ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പം അവിടെയാണ് ശ്രീനിവാസൻ രാമാനുജൻ്റെ പ്രസക്തി വരുന്നത്. ഈ ശ്രീനിവാസൻ രാമാനുജൻ ബ്ലാക്ക് ഹോൾ ശാസ്ത്രലോകം കണ്ടെത്തുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ബ്ലാക്ക് ഹോളിനെ സംബന്ധിക്കുന്ന ഇക്വേഷൻസ് ശ്രീനിവാസൻ രാമാനുജൻ നമുക്ക് തന്നിട്ട് പോയി. അപ്പോൾ യാതൊരു കമ്പ്യൂട്ടറിൻ്റെയും യാതൊരു ബാഹ്യ ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ എങ്ങനെ ശ്രീനിവാസൻ രാമാനുജൻ ഈ കണ്ടെത്തലുകളിലേക്ക് എത്തി? അത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെയും സ്വയം ശേഷി കൊണ്ട് ഉണർന്നതാണ്. ഈ ശേഷിയെ ഉണർത്താനുള്ള അനേക പദ്ധതികളാണ്, ആയിരക്കണക്കിന് പദ്ധതികളാണ് ഈ ഭാരതീയ സംസ്കൃതിയിൽ വിളക്കി ചേർത്തിട്ടുള്ളത്. അത് ഓരോ വ്യക്തിയുടെയും ശേഷി അനുസരിച്ച്, ആ ശേഷി അനുസരിച്ചിട്ടും വാസന അനുസരിച്ചിട്ടും അതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ഈ ശേഷിയെ പൂർണ്ണമായും ഉണർത്തുകയും ചെയ്യാം, ഭാഗികമായി അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ശേഷിയും താല്പര്യവും അനുസരിച്ച് ഉണർത്താൻ കഴിയുന്ന പദ്ധതികളാണ്. അത് ദൗർഭാഗ്യവശാൽ അത് ജീർണതയെ നേരിടുകയും ആ ജീർണത നേരിട്ടത് കൊണ്ട് മാത്രമാണ് ശ്രീനിവാസൻ രാമാനുജൻ വേണ്ടത്ര രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോയതിൻ്റെ കാരണം. അത് ആ ജീർണത വന്നപ്പോൾ അതൊരു മതത്തിൻ്റെ ഭാഗമായി മാറുകയും ആ മതം ജീർണിക്കുകയും ആ ജീർണതയിലൂടെ ഈ പദ്ധതികളെ നാം നോക്കിക്കാണാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ AI യുഗത്തിൽ അസാധ്യമായ മനുഷ്യന്റെ സർഗാത്മകതയെ, ഓരോ വ്യക്തിയുടെയും പ്രത്യേകമായ സർഗാത്മകതയെ ഉണർത്താൻ നമുക്ക്
ഈ പദ്ധതികൾ സഹായകരമാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു ഉദാഹരണം പറയാം. ഏതാനും 1-2-3 മാസങ്ങൾക്ക് മുമ്പാണ് BJP നേതാവ് അനുരാഗ് താക്കൂർ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയുണ്ടായി. ആദ്യമായി സ്പേസിലേക്ക് നമ്മൾ ഇന്ത്യക്കാരാണ് ആളിനെ വിട്ടത് ബഹിരാകാശത്തേക്ക്, അത് ഹനുമാനെയാണെന്ന് പറഞ്ഞു. തുടർന്ന് അതിനെ കളിയാക്കിക്കൊണ്ടും ഇത്തരത്തിലുള്ള ഇന്ത്യൻ മിത്തുകൾ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളെയൊക്കെ ശാസ്ത്രമായി അവതരിപ്പിക്കുകയാണെന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങളും പ്രതിഷേധ സ്വരങ്ങളുമൊക്കെയാണ് ആ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെ വന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ പ്രതീകങ്ങളാണ്. കാരണം വളരെ സൂക്ഷ്മമായ സംഗതികളെ പ്രതീകാത്മകമായ കഥകളിലൂടെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹനുമാൻ ആദ്യം ഈ സൂര്യൻ്റെ നേർക്ക് പറന്നു എന്നുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കണ്ട് ഇന്ദ്രൻ ഹനുമാനെ തടുക്കുകയും അങ്ങനെ ഹനുവിൽ വെട്ടുകയും, അങ്ങനെയാണ് ഹനു എന്ന് വെച്ചാൽ താടി, അവിടെ വെട്ടുകയും അങ്ങനെയാണ് ഹനുമാന്റെ താടിയിൽ ആ പാട് വന്നതും. തുടർന്ന് വായു ഭഗവാൻ കോപിഷ്ണാവുകയും ലോകത്തെ നിശ്ചലമാക്കുകയും പിന്നെ എല്ലാ ദേവന്മാരും വന്ന് യാചിച്ചതിനെ തുടർന്ന് വീണ്ടും അത് പൊറുക്കുകയും ഇന്ദ്രൻ ക്ഷമ പറയുകയും ഒക്കെ ചെയ്യുന്നുള്ളൊരു കഥയുണ്ട് അവിടെ. ഈ കഥയിലെല്ലാം എങ്ങനെയാണ് അതിസമർത്ഥനായ ഒരു കുട്ടിയെ സമീപിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പാഠം അവിടെയുണ്ട്. സൂര്യനെ കണ്ട് സൂര്യൻ്റെ നേർക്ക് പറന്നുയരാൻ ശ്രമിക്കുന്ന ശേഷിയുള്ള ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു കുട്ടി, ആ കുട്ടിയെ ഇന്ദ്രനൊക്കെ തടഞ്ഞു നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് ആ കുട്ടിയുടെ ഊർജത്തെ എങ്ങനെ സർഗാത്മകമായി ക്രിയാത്മകമായി പരിണമിപ്പിക്കാം എന്ന ഒരു അധ്യാപകനോട് അല്ലെങ്കിൽ ഒരു ഗുരുവിനോടുള്ള ഒരു താക്കീതാണ് ഹനുമാന്റെ ഈ ഇന്ദ്രൻ അദ്ദേഹത്തിനെ തടയുന്ന അല്ലെങ്കിൽ ആക്രമിച്ചുകൊണ്ട് തടയുന്ന അതിനെ ആ ഒരു കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഏതെങ്കിലും കുസൃതിയോ വികൃതിയോ ഒക്കെ കാട്ടുന്ന കുട്ടികളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന അധ്യാപകർ. പക്ഷെ ആ വികൃതിയും കുസൃതിയും എന്തുകൊണ്ടാണ് എന്ന് ആ ഒരു അധ്യാപകൻ ചിന്തിക്കുന്ന നിമിഷം അത് ആ കുട്ടിയുടെ ഉള്ളിലെ ഊർജത്തിന്റെ പ്രസരിപ്പാണെന്ന് മനസ്സിലാക്കുകയും ആ പ്രസരിപ്പ് എന്തിൻ്റെതാണെന്നുള്ള നോട്ടം ഒരു അധ്യാപകനുണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയിലെ ഒരു അസാമാന്യമായിട്ടുള്ള ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയെ ആ വ്യക്തി അവനോ അവളോ അറിയാതെ കിടക്കുന്ന ആ സംഗതി തിരിച്ചറിയാനും കഴിയും. അതിനെ ഉണർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഈ ഉയർന്നു പോവുക എന്നുള്ളത്. അതേപോലെയാണ് ശ്രീനിവാസൻ രാമാനുജൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിർധനനായ പട്ടിണിയും പരിവട്ടവുമായിട്ട് എന്നാലും എങ്ങനെയെങ്കിലും പഠിക്കണം, കണക്ക് മാത്രമല്ലാതെ മറ്റൊരു വിഷയവും തലയിൽ കയറില്ല. അങ്ങനെ എത്രയോ കുട്ടികൾ ഏതെങ്കിലും ഒരു വിഷയം മാത്രം അതിഗംഭീരമായി അറിയാം, മറ്റൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ എത്ര പ്രതിഭകളെയാണ് നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു അവസരത്തെയാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ പ്രതിഭയെ കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പൊ ശ്രീനിവാസൻ രാമാനുജൻ ഇതേപോലൊരു അധ്യാപകനെ പ്രൊഫസർ ഹാർഡിയെ പോലെ, കേംബ്രിഡ്ജിലെ പ്രൊഫസർ ഹാർഡിയെ പോലെ ഒരു അധ്യാപകൻ അദ്ദേഹത്തിന് നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ തുടരുകയും അതോടൊപ്പം തന്നെ ആ പ്രതികൂലമായ കാലാവസ്ഥയിലേക്ക് ഇംഗ്ലണ്ടിലെ പ്രതികൂലമായ കാലാവസ്ഥ നേരിടാതെ ഇവിടെ ജീവിക്കുകയും ഇവിടെ വിദ്യാഭ്യാസം നേടുകയും ഒക്കെ ചെയ്ത് ചിലപ്പോൾ ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നിരിക്കാം. അപ്പൊ അത് വർത്തമാന കാലഘട്ടത്തിൽ നമ്മളുടെ ഈ യുഗത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ ഹനുമാന്റെ മറ്റൊരു സംഗതി, ഹനുമാനിലൂടെ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ മനസ്സെപ്പോഴും ഈ കുരങ്ങിനെ പോലെയാണ്, ഒന്നിൽ നിന്ന് ഇങ്ങനെ ചാടി അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. പക്ഷെ അതുപോലെയുള്ള മനസ്സിനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ എങ്ങനെയാണോ ശ്രീനിവാസൻ രാമാനുജന്റെ ബുദ്ധി ഗണിതശാസ്ത്രത്തിൽ ഒരേ ബിന്ദുവിൽ പതിച്ചത്, അതേപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ച് പതിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഒറ്റ ശ്രദ്ധയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ആ മനസ്സ് ഹനുമാനെ പോലെ ശക്തമാകും, സൂര്യന്റെ നേർക്ക് പറക്കാനുള്ള ശേഷിയുള്ള വ്യക്തിയാകും. അത് ഏത് സമുദ്രവും ചാടിക്കിടക്കാൻ പറ്റും. അത്തരമൊരു സമുദ്ര ചാട്ടത്തിന്റെ കഥയാണ് ശ്രീനിവാസൻ രാമാനുജൻ നമ്മളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ AI യുഗത്തിൽ യഥാർത്ഥത്തിൽ ആ ഒരു മനസ്സിന് എങ്ങനെ ശ്രീനിവാസൻ രാമാനുജന്റെ ബുദ്ധിയിലൂടെ എങ്ങനെ ശ്രീനിവാസൻ രാമാനുജൻ അത് കഴിഞ്ഞു, ആ ശേഷി ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ശ്രീനിവാസൻ രാമാനുജനിൽ അത് സംഭവിച്ചു? അവിടെയാണ് അദ്ദേഹത്തിന്റെ ജീർണതകളെ നേരിട്ടെങ്കിലും ആ ജീർണതകൾ ഇട്ടതുകൊണ്ട് മാത്രമാണ്
അയ്യങ്കാറായിട്ട് ജനിച്ച അദ്ദേഹം ഈ പട്ടിണിയിലും പരിവട്ടത്തിലും കിടക്കേണ്ടി വന്നത്. പക്ഷേ എങ്കിലും ആ ഒരു അദ്ദേഹത്തിനെ തുടർന്നിരുന്ന ചില ചിട്ടകളും നിഷ്ഠകളുമുണ്ട്. അത് ആ ജീർണതയിൽ പോലും നശിക്കാതെ കിടന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ദേവിയാണ് എന്നിലൂടെ ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ അമ്പലത്തിലെ കോവിലിലെ ദേവിയാണ് എന്നിലൂടെ ഈ പ്രകടനം നടത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതൊരു ടെക്നിക്കാണ്. അപ്പോൾ ആ ഒരു സംഗതികളെല്ലാം തന്നെ ഇപ്പോഴും നമ്മളുടെ ഇവിടെ ലഭ്യമാണ്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് സൗന്ദര്യാത്മകമായി നമുക്കിതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഉള്ളിലെ ശക്തിയെ, നമ്മുടെ ഉള്ളിലെ ആ ശേഷിയെ ഉണർത്തി എങ്ങനെ സർഗാത്മകതയെ ഉണർത്തി ഈ നിർമ്മിത ബുദ്ധിക്ക് മുകളിലേക്ക് ഉള്ള സാധ്യതകളിലേക്ക് മനുഷ്യ മസ്തിഷ്കത്തെയും ശേഷിയെയും സർഗാത്മകതയും തുറന്നുവിടാനുള്ള പഠനത്തിന് ഏറ്റവും മനോഹരമായ ഒരു മാതൃകയാണ് നമ്മുടെ മുമ്പിലുള്ള ശ്രീനിവാസൻ രാമാനുജൻ.